തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും പുതിയ വില്ല പ്രോജക്റ്റ് ഇപ്പോൾ ന്യൂസുകളിലൊക്കെ തരംഗമായിരിക്കുകയാണ്. ആ വില്ലാസ് ഒരുപാടധികം പ്രത്യേകതകളുള്ള, ഒരുപാടധികം ന്യൂ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടുള്ള വില്ലാസ് ആണ് ഓരോന്നും. സോ ആ വില്ലാസ് കാണാനും എക്സ്പ്ലോർ ചെയ്യാനും ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. സോ നമുക്ക് ഒരുമിച്ച് അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. Yes, this is the 5th Avenue Villas by Abba Builders, the real futuristic home. ഇപ്പൊ സമയം ഒരു 12:30-1 മണിയൊക്കെ ആയിട്ടുണ്ട്. വെളിയിൽ നല്ല ചൂടാണ്. പക്ഷേ ഈ വില്ലയുടെ ലിവിംഗ് സ്പേസിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു ചൂടും ഫീൽ ചെയ്യുന്നില്ല. ബിക്കോസ് ഇത് തന്നെയാണ് ഈ ഒരു വില്ല പ്രൊജക്ടിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ബിക്കോസ് നാച്ചുറലി ടെമ്പറേച്ചർ കൺട്രോൾഡ് വില്ലാസ് ആണ് ഇവിടുത്തെ 20 വില്ലാസ്. ഒരു വീടിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ, അതായത് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് കിച്ചൺ ആണ്. ആ കിച്ചൺ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിരിക്കണം എന്നായിരിക്കും നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അതുപോലെയാണ് അബാ ബിൽഡേഴ്സ് ഓരോ വില്ലാസും ബിൽഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ സ്പേസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് നമ്മുടെ ഇഷ്ടാനുസരണം അതിനെ ഡിസൈൻ ചെയ്യാനും സാധിക്കും. ഡൈനിങ് സ്പേസിലോട്ട് വരുമ്പോൾ ഫാമിലീസിന്റെ ഇമോഷൻസ് കണക്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഡൈനിങ് സ്പേസ്. അതുകൊണ്ട് തന്നെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2 സൈഡിലും ഓപ്പൺ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഗാർഡനിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്പേസ് സെപ്പറേറ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഓരോ സ്പേസും നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഇന്റീരിയർ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ഭംഗിയാക്കി എടുക്കാൻ സാധിക്കും. ഇതാണ് ഡൈനിങ് സ്പേസിനോട് ചേർന്നിരിക്കുന്ന ഒരു ചെറിയ ബാൽക്കണി സ്പേസ്. ഇതിന്റെ കൂടെ തന്നെ ഒരു ഗാർഡനിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. പ്രകൃതി ആസ്വദിച്ചുകൊണ്ട് നിങ്ങളുടെ ക്വാളിറ്റി ടൈം, നിങ്ങളുടെ റിലാക്സിംഗ് ടൈം ആയിക്കോട്ടെ, ഫാമിലിയോടൊപ്പമുള്ള ടീ ടൈം ആയിക്കോട്ടെ, എൻജോയ് ചെയ്യാൻ പറ്റിയ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേച്ചർ ഫീൽഡ് സ്പേസ് ആണ് ഇത്. ഇത് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ബെഡ്റൂം ഏരിയ ആണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബെഡ്റൂംസ് എല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിന്റെ കൂടെ തന്നെ നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ സൈഡ് സ്പേസിലായിട്ട് നല്ല ഒതുങ്ങിയ രീതിയിൽ വാർഡ്രോബ് സെഷനും കൊടുത്തിട്ടുണ്ട്. സ്റ്റേക്കേസിലോട്ട് വരുമ്പോൾ തേക്ക് വുഡ് ഹാൻഡിൽസ് ആണ് സ്റ്റേക്കേസിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് അത്യാവശ്യം നല്ല വിഡ്ത്ത് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഓരോ സ്റ്റെപ്സും ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം. ഇതും എഗെയിൻ നമ്മൾ താഴെ കണ്ട പോലെ തന്നെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം സ്പേസ് ആണ് വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം. ആൻഡ് സൈഡിലായിട്ട് വാർഡ്രോബ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു ഗസ്റ്റ് ബെഡ്റൂം ഒക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഈ ഒരു ബെഡ്റൂമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ വാർഡ്രോബ് സ്പേസ് ആൻഡ് ബാത്റൂം ഏരിയ വരുന്നത് കുറച്ച് പ്രൈവറ്റ് ആയിട്ടാണ്. കണ്ടോ, വളരെ ഉള്ളോട്ട് കയറി നല്ല ഒതുങ്ങിയ രീതിയിലാണ് ഇവിടുത്തെ 2 സ്പേസും കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ചെന്ന് കയറുന്നത് ലിവിംഗ് സ്പേസിലോട്ടാണ്. ഈ വില്ലയുടെ ഫസ്റ്റ് ഫ്ലോറിലെ ലിവിംഗ് സ്പേസ് ആണ് ഇത്. നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒരു TV യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് സോഫാസ് മാറ്റിയിട്ട് മജ്ലിസ് സെറ്റപ്പ് കൊടുക്കാം. കാരണം വളരെ പ്രൈവറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വരുന്ന സ്മോൾ ആണ്, പക്ഷെ ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഫ്ലോർ ലിവിംഗ് സ്പേസ് ആണ് ഇത്. ഈ ഒരു ലിവിംഗ് സ്പേസിന് വേറൊരു സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ലിവിംഗ് സ്പേസിനോട് തന്നെ ചേർന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓപ്പൺ വിൻഡോസ് പ്രൊവൈഡ് ചെയ്യുന്ന ബാൽക്കണി സ്പേസ് ആണ് ഇത്. നമുക്ക് ഈ ഒരു സ്പേസ് വേണമെങ്കിൽ നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് ബീൻ ബാഗ്സ് ഒക്കെ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഈവനിങ് വൈബിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതാണ് നമ്മുടെ 3rd ബെഡ്റൂം, അതായത് മാസ്റ്റർ ബെഡ്റൂം. ഏതൊരു ഫാമിലിയും കാണാൻ ആഗ്രഹിക്കുന്ന സ്പേസ് ആണ് മാസ്റ്റർ ബെഡ്റൂം. അത്രയും ഭംഗിയിലും സ്പേഷ്യസ് ആയിട്ടുമാണ് അബാ ബിൽഡേഴ്സ് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട 3 ബെഡ്റൂംസിനേക്കാളും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂം. നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിനെ ഇന്റീരിയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിന്റെ അടുത്തൊരു ഹൈലൈറ്റിംഗ് പോർഷൻ ആണ് ഈ ഒരു പാത്ത്. ഈ ഒരു പാത്ത് കണക്റ്റഡ് ആയിട്ടാണ് ഇവിടെ ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നത്. ബാത്റൂമിൽ നിന്നും ഇറങ്ങിയിട്ട് എഗെയിൻ ഒരു പ്രൈവറ്റ് സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്ന പോലെയാണ് ഇവിടെ വാർഡ്രോബ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വില്ലയുടെ ഫ്രണ്ട് സൈഡ് വ്യൂ ആണ് നമുക്ക് ഒരു മാസ്റ്റർ ബെഡ്റൂമിന്റെ ബാൽക്കണി സ്പേസിൽ നിന്ന് കാണാൻ പറ്റുന്നത്. ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ നെയ്ബേഴ്സിനെയും ഒപ്പം ഗാർഡൻ ഏരിയാസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെയാണ് ഇവിടുത്തെ ഇന്റീരിയർ വിശേഷങ്ങൾ. ഇനി നമുക്ക് വില്ലയുടെ പുറത്തോട് നമ്മുടെ അമ്യൂണിറ്റീസ് ഒക്കെ എന്തൊക്കെയാണെന്ന് ചെക്ക് ഔട്ട് ചെയ്യാം. 5th Avenue Villa by Abba Buildersന്റെ ഗ്രീൻ വില്ല പ്രോജക്റ്റ് എന്ന് പറയുന്നത് വെറുതെ അല്ല, അത്രയും മനോഹരമായിട്ടുള്ള ഒരു എക്കോ ഫ്രണ്ട്ലി വില്ലാസ് ആണ് ഇവിടുത്തെ ഓരോന്നും. 20 വില്ലാസ് അടങ്ങുന്ന വളരെ ചെറിയ ഒരു വില്ല കമ്മ്യൂണിറ്റി ആണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ വില്ലാസ് വാങ്ങുന്ന ഓരോ ഫാമിലിക്കും അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി പോലെ ഈ ഓരോ സ്പേസും യൂസ് ചെയ്യാൻ പറ്റും. നമ്മളുടെ വീട്ടിൽ വരുന്ന ചെറിയ ചെറിയ ഫങ്ഷൻസ് ലൈക്ക് ബർത്ത്ഡേ പാർട്ടീസ് ഒക്കെ
നമുക്ക് അത്യാവശ്യം നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ആംബിയൻസ് തരുന്ന ഒരു എക്കോ ഫ്രണ്ട്ലി സ്പേസ് ആണ് ഈ ഒരു ഗാർഡൻ. ഈവനിങ് ആൻഡ് മോർണിംഗ് ടൈമിൽ നമ്മളുടേതായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് ആണ് ഈ ഒരു സ്പേസ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് കളിക്കാനാണെങ്കിലും ചെറിയ ചെറിയ പാർട്ടീസ് ഹോൾഡ് ചെയ്യാനൊക്കെ നല്ല ആപ്റ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് ഇത്. ഏതൊരു വീട് വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ വീട് വെക്കുമ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നതാണ് പൂൾ ഏരിയ. അപ്പം ഈ ഒരു വില്ലയിലും അത് മനോഹരമായ ഒരു പൂൾ ഏരിയ ഉണ്ട്. അതും നമുക്ക് പ്രൈവറ്റ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പൂൾ ഏരിയ. സ്വിമ്മിംഗ് പൂളിനോട് ചേർന്ന് തന്നെ ക്ലബ് ഹൗസ് ആണുള്ളത്. വെറുതെ ഒരു ക്ലബ് ഹൗസ് അല്ല, 5 സ്റ്റാർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലബ് ഹൗസ് ആണ്. ഇവിടെ നമുക്ക് പാർട്ടി ഏരിയാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സ്റ്റീം ബാത്ത് ഏരിയാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഗെയിമിംഗ് സെഷൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് 5 സ്റ്റാർ ഫെസിലിറ്റീസ് അടങ്ങുന്ന ഒരു ക്ലബ് ഹൗസ് ആണ് ഇത്. അത്യാവശ്യം വർക്ക്ഔട്ട് ചെയ്ത് ഹെൽത്തി ആയിരിക്കാൻ പറ്റിയ ഫെസിലിറ്റീസോട് കൂടിയുള്ള ഒരു ജിമ്മാണ് ഇത്. ഇതിനൊക്കെ പുറമെ നമ്മുടെ ഫാമിലി ആയിട്ട് കുറച്ചധികം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റിക്രിയേഷൻ റൂംസ്, അതായത് ഗെയിം ഏരിയാസും ഇവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ ഈ വില്ല വാങ്ങുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹ്യൂജ് അമ്യൂണിറ്റീസ് ആണ്. സാധാരണ നമ്മൾ വില്ല വാങ്ങുമ്പോൾ നമുക്ക് ആ ഒരു ചെറിയ സ്പേസ് ആയിരിക്കും കിട്ടുക, അല്ലെങ്കിൽ വളരെയധികം കുറഞ്ഞ അമ്യൂണിറ്റീസ് ഉള്ള ഒരു സ്പേസ് ആയിരിക്കും കിട്ടുക. പക്ഷേ ഇവിടെയാണെങ്കിൽ 5 സ്റ്റാർ ലക്ഷറി അമ്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രീമിയം പ്ലാറ്റിനം വില്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വെറും 20 വില്ലാസ് മാത്രം അടങ്ങുന്ന അബ ബിൽഡേഴ്സിന്റെ 5th Avenue പ്ലാറ്റിനം വില്ലാസ് നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. ഇവിടുത്തെ അമ്യൂണിറ്റീസും അതുപോലെ തന്നെ ആംബിയൻസും അത്രയും ഹ്യൂജ് ആണ്. സോ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തോളൂ.